ഇന്ത്യൻ പാർലമെന്റിൽ ഡോക്ടർ ബി.ആർ. അംബേദ്കറെ അവഹേളിച്ചതിൽ പ്രതിഷേധിച്ച് കൊല്ലം സാംസ്കാരിക കൂട്ടായ്മ പ്രതിഷേധിച്ചു. അംബേദ്കർ ചിത്രങ്ങൾ ഉയർത്തി സാംസ്കാരിക പ്രവർത്തകർ നഗരത്തിൽ പ്രകടനം നടത്തി. തുടർന്ന് നടന്ന സാംസ്കാരിക കൂട്ടായ്മ കവി കുരീപ്പുഴ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. അംബേദ്കറെ ആക്ഷേപിക്കുന്നവർ വിരാജിക്കുന്ന അധികാര ഇടങ്ങളൊക്കെയും അംബേദ്കറിന്റെ സംഭാവനയാണെന്ന തിരിച്ചറിവുണ്ടാകണമെന്ന് കുരീപ്പുഴ ശ്രീകുമാർ പറഞ്ഞു. പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് പുത്തൻ ഉയരേകിയത് അംബേദ്കറുടെ ഭരണഘടനയാണെന്ന ബോധം നമ്മെ നയിക്കണം. വർഗീയ ഫാസിസത്തെ എന്നും ഭയപ്പെടുത്തുന്നതാണ് അംബേദ്കർ സ്മരണയെന്ന് കുരീപ്പുഴ ശ്രീകുമാർ പറഞ്ഞു. അംബേദ്കർക്ക് പകരം ഏത് ദൈവത്തെ വിളിക്കണമെന്ന് നിങ്ങൾ പറഞ്ഞാലും ഞങ്ങൾ അംബേദ്കർ എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഒരു നിമിഷം ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഒന്ന് ഓർമ്മിക്കുന്നത് നല്ലതാണ്. സ്വന്തം കസേരയെ കുറിച്ച് എങ്ങനെയാണ് നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനുള്ള സന്ദർഭം ഉണ്ടായത്? എങ്ങനെയാണ് നിങ്ങൾക്ക് മന്ത്രിപദത്തിൽ എത്തുവാനുള്ള സന്ദർഭം ഉണ്ടായത്? എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത്? എങ്ങനെയാണ് നിങ്ങൾക്ക് സഹകരണ സംഘങ്ങൾ ഗുജറാത്തിലുടനീളം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത്? ഇതിന്റെയൊക്കെ കാരണം എന്ന് പറയുന്നത് ഡോക്ടർ അംബേദ്കർ ഉണ്ടാക്കി നമുക്ക് തന്ന ഇന്ത്യൻ ഭരണഘടന നിലനിൽക്കുന്നത് കൊണ്ടാണ് എന്നത് ആദരണീയനായ അമിത്ഷാ മറക്കരുത് എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്. ടെന്നിസൺ നെൽസൺ, വി കെ ഷാജി, കെ രാജേന്ദ്രൻ, സന്തോഷ് മാനവം, രാജു കൃഷ്ണൻ, എസ് പ്രകാശ്, രാജു ഡി മംഗലത്ത്, എസ് ദീപം, ഷീല ബൈജു, ഗിരീഷ് ഗോപിനാഥ്, വാക്കനാട് സുരേഷ്, വി പി രാജീവൻ, അഡ്വക്കേറ്റ് കെ പി സജിനാഥ്, ശംഭു പാർത്ഥസാരഥി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.